പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് എന്താണ് എന്ന് ഓർക്കുന്നുണ്ടോ? എന്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചേ? ഒരു മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 തലങ്ങളുണ്ട് എന്നും ദൈവം അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും എന്ന് നമ്മൾ കണ്ടു. ദേഹം, ദേഹി, ആത്മാവ്. പല പ്രാവശ്യം ഈ സഭയിൽ അത് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും പലപ്പോഴും അത് എത്രത്തോളം മനസ്സിലാക്കിയെന്ന് നമുക്കറിയില്ല. ദേഹം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്, നമ്മുടെ ശരീരം. ദേഹി എന്ന് പറയുന്നത് ലളിതമാണ്, നമ്മുടെ മനസ്സ്, ഇച്ഛാശക്തി, തീരുമാനശേഷി, വികാരങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള മനുഷ്യൻ്റെ തലത്തിനാണ് ദേഹി അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ആത്മാവ്. ദൈവം മനുഷ്യനെ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള ഒരു തലമാണ് ആത്മാവ് എന്ന് പറയുന്നതായിട്ടുള്ള തലം. ദൈവം ആത്മാവാകുന്നു എന്നുള്ളതുകൊണ്ട് ആത്മാവാകുന്ന ദൈവത്തോട് മനുഷ്യന് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് വേണ്ടി മനുഷ്യനിൽ ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ് ആത്മാവ് എന്ന് പറയുന്നത്. എന്നാൽ പാപം ചെയ്തപ്പോൾ ഈ ആത്മാവ് ദൈവത്തിൽ നിന്നും അകറ്റപ്പെട്ടു പോയി. ദൈവത്തിൽ നിന്നും ആത്മാവ് അകറ്റപ്പെട്ടു പോയപ്പോൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കേണ്ടതായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഗുണങ്ങൾ മനുഷ്യന് സ്വീകരിക്കാൻ കഴിയാതെ മനുഷ്യൻ്റെ ദേഹിയും ദേഹവും ദൈവസന്നിധിയിൽ പാപ പങ്കിലമായി തീർന്നു. എല്ലാവർക്കും വളരെ വ്യക്തമായി ഞാൻ വിചാരിക്കുന്നു. ഇന്ന് 12:30 മുതലുള്ള സമയത്ത് നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതാണ്. അതിനെക്കുറിച്ച് സഹോദരൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ദൈവം മനുഷ്യനിൽ നൽകിയിരിക്കുന്നതായിട്ടുള്ള ആത്മാവ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുവാനായിട്ട് കഴിയാതെ അവൻ്റെ എല്ലാ തീരുമാനങ്ങളും അവൻ്റെ ദേഹിയിലും ദേഹത്തിലും കൂടിയുള്ള തീരുമാനങ്ങളായിട്ട് മാറ്റപ്പെട്ടു പോയി. അതായത് ദൈവത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിനാൽ നമ്മളിലേക്ക് സ്വീകരിക്കേണ്ടതായിട്ടുള്ള പ്രമാണങ്ങളെ മനുഷ്യന് സാധിക്കാതെ വരികയും അതുകൊണ്ട് എന്തു ചെയ്തു? ഓരോരുത്തരും അവനവന് ബോധിച്ചതുപോലെ നടന്നു എന്ന് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഓരോരുത്തരും അവനവന് ബോധിച്ചതുപോലെ നടന്നു. ദൈവത്തിൽ നിന്നും സ്വീകരിക്കാൻ കഴിയാതെയുമായി സ്വീകരിക്കാൻ മനസ്സില്ലാത്തവനുമായി തീർന്നു എന്ന് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് ഈ ഒരു പ്രശ്നത്തിനാണ് പരിഹാരമുണ്ടാക്കിയത്. അതായത് വീണ്ടും ഈ ദൈവത്തോട് മനുഷ്യന് ബന്ധം സ്ഥാപിക്കുവാൻ അവൻ്റെ ആത്മാവിന് പുതുജീവൻ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ഒരുവന് സ്വർഗരാജ്യത്തിൽ കടക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത്. ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം അത് തുടർന്ന് വായിക്കുമ്പോൾ വീണ്ടും ജനനം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ഒരുവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിലാൽ ജനിച്ചത് ആത്മാവ്. അപ്പോൾ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ആദം ഹവ്വായും പാപം ചെയ്തതിന് ശേഷം പിന്നെ ഈ ലോകത്തിലുള്ള ജനനങ്ങളൊക്കെയും ജഡത്തിൽ നിന്നുള്ള ജനനമാണ്. കാരണം ആത്മാവ് മരണപ്പെട്ട അവസ്ഥയിൽ, എന്ന് വെച്ചാൽ ജീവനില്ലാത്തതായിട്ടുള്ള അവസ്ഥയിലായിപ്പോയി. അപ്പോൾ ജഡത്താൽ ജനിക്കുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുള്ളൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലും അതിനെ സംബന്ധിച്ച വ്യക്തമായിട്ടുള്ള ഒരു സൂചന നമുക്ക് കാണാനായിട്ട് കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവനെ കൈക്കൊണ്ട്, 12-ാമത്തെ വാക്യം മുതൽ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പൈതലാവാനായിട്ടുള്ള ഒരു അവകാശം ദൈവം കൊടുത്തു. അതായത് വീണ്ടും ജനനത്തിലൂടെ ദൈവത്തിൻ്റെ ഒരു പൈതലായിട്ട്, ദൈവത്തിൻ്റെ മകനായിട്ട് ജീവിക്കുവാൻ അല്ലെങ്കിൽ ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അധികാരമാണ് ലഭിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഈ ദൈവത്തിൻ്റെ മക്കളാകുന്നത്
നമ്മുടെ ലോകത്തിൽ കാണുന്നതായിട്ടുള്ളൊരു ജനനം പോലെയല്ല. അത് വിശ്വാസത്താലാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കളാകുവാനായിട്ടുള്ള അധികാരം കൊടുത്തു. എന്നാൽ അത് ലോകത്തിലെ ഒരു ജനനം പോലെയല്ല. എന്നിട്ട് ലോകത്തിലെ ജനനത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവർ രക്തത്തിൽ നിന്നല്ല. ലോകത്തിലെ ജനനം രക്തത്തിൽ നിന്നാണ്, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല. ലോകത്തിലെ ജനനം എന്ന് പറഞ്ഞത് ജഡത്തിൽ നിന്നാണ്, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ ഒരു ലോകത്തിലെ ജനനവും വിശ്വാസത്താൽ ദൈവത്തിൽ നിന്നുള്ള ഒരു ജനനവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ഒരു താരതമ്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവമക്കളായി തീരുവാനായിട്ടുള്ള ആ ജനനം എന്ന് പറയുന്നത്, അതിനെ വീണ്ടും ജനനം എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. രക്ഷിക്കപ്പെടുക എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ജനനം എന്ന് പറയുന്നത് ആത്മാവിനാൽ ജനിച്ചവൻ ആത്മാവാകുന്നു. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. അപ്പോൾ നമുക്ക് നമ്മുടെ ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത നിലയിൽ പാപത്താൽ ദൈവത്തിൽ നിന്നും വേർപെട്ടു പോയതായിട്ടുള്ള നമ്മുടെ ആത്മാവിന് ഒരു ജനനമാണ്, അതല്ല എങ്കിൽ ഒരു ജീവനാണ് വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത്. അത് വീണ്ടും ജനനം പ്രാപിച്ചാൽ മാത്രമേ ആത്മാവിന് ജീവൻ ലഭിക്കുകയുള്ളൂ. ശരി, അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ചതായിട്ടുള്ള ആളുകൾ, അവരെക്കുറിച്ച് പറയുന്നത് അതൊരു പുതിയ സൃഷ്ടിയാണ്. പഴയ സൃഷ്ടിയിൽ എന്തില്ല? ദൈവിക ജീവൻ ഇല്ല. ആത്മാവ് മരിച്ചു. ആത്മാവ് മരിച്ച ദേഹവും ദേഹിയും മാത്രം അതിൻ്റെ തീരുമാനങ്ങളിൽ ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾ, അവർ പഴയ സൃഷ്ടി, ദൈവമില്ലാത്തത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് അസാധ്യമായിട്ടുള്ള ഒരു അവസ്ഥ. എന്നാൽ പുതിയ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ അത് ആത്മാവിനാൽ ജനിച്ചതാണ്. പഴയ സൃഷ്ടി ജഡത്താൽ ജനിച്ചതാണ്. പുതിയ സൃഷ്ടി ആത്മാവിനാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ച പുതിയ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യന് മാത്രമേ ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധം സാധ്യമാവുകയുള്ളൂ. എല്ലാവർക്കും ഇത്രയും കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, ഇപ്പോൾ നേരത്തെ മനുഷ്യന് ദേഹവും ദേഹിയും മരിച്ച ആത്മാവുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ചതായിട്ടുള്ള ഒരാൾക്ക് ദേഹവും ദേഹിയും ആത്മാവുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതായിട്ടുള്ളൊരു കാര്യം, ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളാണ്. അതെന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. എന്താണത് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടത്? എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുന്നതും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, അപ്പോൾ പുതിയൊരു സൃഷ്ടിയായി മനുഷ്യൻ തീർന്നുവെങ്കിലും അതോടുകൂടി അവൻ പൂർണ്ണതയുള്ള ഒരു മനുഷ്യനായിട്ട് വന്നില്ല. അതൊരു ആജീവനാന്ത പ്രക്രിയയാണ് എന്ന് നമ്മൾ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. വചനത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ജഡമനുഷ്യൻ, ജഡത്തിൽ ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ, ആത്മാവില്ലാത്തതായിട്ടുള്ള മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, ഇല്ലേ? വീണ്ടും ജനനം പ്രാപിക്കാത്തതായിട്ടുള്ള എല്ലാ ആളുകളും ദൈവവചനത്തിൻ്റെ ഭാഷയിൽ ആത്മീയമായി മരിച്ച, എന്നാൽ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയുന്നതായിട്ടുള്ള ആളുകളാണ്. അവർക്ക് കണ്ടുപിടുത്തങ്ങൾ നടത്താം, ചന്ദ്രനിൽ പോകാം, അവർക്ക് പരീക്ഷണങ്ങൾ നടത്താം. നമുക്കറിയാം, ഈ ലോകത്തിൽ കാണുന്നതായിട്ടുള്ള എല്ലാ പുരോഗതികളും, എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും പിറകിൽ ഈ ദേഹിക്കും ദേഹത്തിനും കൂടെ കൂടിയ ആത്മീയമായിട്ട് മരിച്ചതായിട്ടുള്ള ആളുകളെ കൊണ്ട് സാധിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് ഒഴികെ ഈ ഒരു മനുഷ്യന് ഈ ദേഹം ദേഹി അടങ്ങുന്നതായിട്ടുള്ള ആ കാര്യങ്ങളിലൂടെ ലോകത്ത് വളരെ വിജയകരമായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയും. അവന് തീരുമാനങ്ങൾ എടുക്കാം, അവന് നടപ്പാക്കാം, അവന് കണ്ടുപിടുത്തങ്ങൾ നടത്താം, അവന് യാത്ര ചെയ്യാം, അവന് ബുദ്ധിയുണ്ട്, അതങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ചതായിട്ടുള്ള ആളുകൾക്കും ഈ ദേഹവും ദേഹിയും മാറ്റപ്പെടുന്നില്ല, മറിച്ച് അതിനോട് ചേർന്ന് ജീവനുള്ള ഒരാത്മാവിനെ ലഭിക്കുകയാണ്. അപ്പോൾ ദേഹത്തിനും ദേഹിക്കും ആത്മാവിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. നാം ജഡമായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന് ജീവിച്ച് നാം വീണ്ടും ജനനം പ്രാപിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ നാം ജീവിച്ചത് ഈ ദേഹിയും ദേഹവും കൂടെ ഉൾപ്പെടുന്നതായിട്ടുള്ള ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ്. എന്നാൽ ഇപ്പോൾ ഒരു ആത്മാവ് വീണ്ടും ജനനം പ്രാപിച്ചതായുള്ള വ്യക്തിക്ക് ഒരു ആത്മാവിനെ ലഭിച്ചു. അപ്പോൾ ദൈവത്തിങ്കിൽ നിന്നും
ഈ ആത്മാവിൻ്റെ ആലോചനകളെ സ്വീകരിച്ച് പാപത്തിന് മുമ്പ് ആദാം ജീവിച്ചതായിട്ടുള്ള അവസ്ഥയിലേക്ക് മനുഷ്യൻ മടങ്ങിപ്പോകണമെന്നുള്ളതാണ് ദൈവേഷ്ടം. എന്നാൽ ഈ ആത്മാവിൻ്റെ ചിന്ത എന്താണ്, നമ്മുടെ ജഡത്തിൽ നിന്നുളവാകുന്നതായിട്ടുള്ള ചിന്ത എന്താണ്, അല്ലെങ്കിൽ ദേഹത്തിൽ നിന്നുളവാകുന്നതായിട്ടുള്ള കാര്യം എന്താണ്, ദേഹിയിൽ നിന്നുളവാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിവേചിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം മാത്രമാണ് ഉള്ളത് എന്നാണെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. കഴിഞ്ഞ ആഴ്ച വരാത്തവർക്കും അതുപോലെ അത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ നിങ്ങളെ ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ ഇത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ആത്മാവിൽ നിന്നുള്ള ചിന്തയാണോ, ദേഹത്തിൽ നിന്നുള്ള ചിന്തയാണോ, ദേഹിയിൽ നിന്നുള്ള ചിന്തയാണോ എന്ന് നമ്മെ വേർതിരിച്ച് മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുന്നത്. ഹൃദയത്തിൻ്റെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അതാണ്. അപ്പോൾ ഇതിനെ മൂന്നിനെയും തമ്മിൽ വേർതിരിക്കുന്നത് വരെ തുളച്ചു ചെല്ലും. അതുകൊണ്ട് ഇത് ആത്മാവിൽ നിന്നാണ്, ഇത് നിന്റെ പ്രാണനിൽ നിന്നാണ്, ഇത് നിന്റെ ശരീരത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പം ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ, പ്രാണനിൽ നിന്നല്ലാതെ ഉണ്ടാകും, അല്ലെ ദേഹിയിൽ നിന്നല്ലാതെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കണ്ടാൽ, നമുക്ക് ആരെയും ഇഷ്ടമില്ലാതിരിക്കാൻ അനുവദിച്ചിട്ടില്ല, ഇഷ്ടമില്ലാത്ത ഒരാളെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുഖമൊക്കെ ഒന്ന് മാറുമില്ലേ? നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കണ്ടാൽ പെട്ടെന്ന് നമ്മുടെ മുഖം പ്രസാദിക്കും. ഇഷ്ടമില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുഖം വാടും. അത് നമ്മൾ തീരുമാനിച്ചിട്ട് വല്ലതും ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണോ? ആണോ? എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ കാണുമ്പോൾ എൻ്റെ മുഖം ഒന്ന് ഇനി കോപാകുലമാകണം എന്ന് നമ്മൾ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണോ അങ്ങനെ ആവുന്നത്? അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ എനിക്ക് ഒന്ന് ചിരിച്ച് ഒന്ന് ആലിംഗനം ചെയ്ത് ഒന്ന് സന്തോഷിക്കുന്നത് തീരുമാനത്തിൽ നിന്ന് വരുന്നതാണോ? അല്ല. അപ്പോൾ നമ്മൾ തീരുമാനിക്കാതെ തന്നെ, അതായത് നമ്മുടെ ദേഹിയുടെ ഇടപെടലില്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ 2 ആഴ്ച മുമ്പുള്ളൊരു ക്ലാസ്സിൽ പറഞ്ഞു. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിലുള്ള പ്രമാണം, ന്യായപ്രമാണം അനുസരിക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നില്ല. അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉളവാകുന്നതായിട്ടുള്ള രാസവസ്തുക്കളുടെ പ്രവർത്തന ഫലമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ എന്തെങ്കിലും ഒരാളെ ദേഷ്യം പിടിച്ച ഒരാളെ കണ്ടു കഴിയുമ്പം ഒരു കെമിക്കൽ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയോ, അതല്ല എങ്കിൽ ഒന്ന് ദേഷ്യപ്പെട്ടേക്കാം എന്ന് വിചാരിച്ച് തീരുമാനിച്ച് ചെയ്യുന്നതല്ല, അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അതാണ് ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശരീരവും ദേഹിയും നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ 3 കാര്യങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് മനസ്സിലായി എന്ന്. ഈ വിഷയങ്ങൾ നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. എന്തൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശങ്ങൾ, അല്ലെങ്കിൽ ആദ്യ പാഠങ്ങൾ, അല്ലെങ്കിൽ ബാലപാഠങ്ങൾ എന്ന് പറയുന്നത്? എന്താണ്? എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം നമുക്കത് ഒന്നുകൂടി വായിക്കാം. 6-ാമത്തെ അധ്യായം. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലുള്ള വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യ പാഠങ്ങൾ എന്ന് പറയുന്നത് മാനസാന്തരം, വിശ്വാസം, സ്നാനം, കൈവെപ്പ്, പുനരുത്ഥാനം, ശിക്ഷാവധി, ഇതൊക്കെയുമാണ്. എന്നാൽ ഇതേക്കുറിച്ച് തന്നെ പലപ്പോഴും ആളുകൾക്ക് നല്ല ഗ്രാഹ്യമില്ല എന്നുള്ളത് ഒരു സങ്കടകര കാര്യമാണ്. എന്നാൽ എന്താണ് കടുപ്പമുള്ള കട്ടിയായിട്ടുള്ള ആഹാരം എന്നുള്ളത് നമുക്ക് അതിനു മുമ്പ് 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായ ആഹാരമല്ല പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം
നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ ബൈബിളിലെ അടിസ്ഥാന ഉപദേശങ്ങളെല്ലാം നമ്മെ സഹായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ വീണ്ടും ജനനം പ്രാപിച്ച് ആ വിശ്വാസത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ടാണ്. എന്നാൽ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക, കട്ടിയുള്ള ആഹാരം എന്ന് പറയുന്നത് ഈ നന്മ തിന്മകളെ കുറിച്ചുള്ളതായിട്ടുള്ള അറിവ് നമ്മൾ സമ്പാദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് എന്നത് ഒരു കട്ടിയായുള്ള ആഹാരമായിരിക്കുന്നത്? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾക്കെല്ലാം ശരി ഏത് തെറ്റ് ഏതെന്നൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് നമ്മൾ പറയൂലേ. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾ ഓൺ ദ സ്പോട്ട് പറയും അത് ശരിയാണ്, അത് തെറ്റാണ്, അല്ലേ? എല്ലാവർക്കും പറയാനായിട്ട് കഴിയില്ലേ? പറ്റില്ല, അത് കഴിയില്ല. അതാണ് നമുക്ക് പറ്റുന്നതായിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം കേട്ട മാതിരി ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പലപ്പോഴും നമ്മളാണ്, അല്ലെങ്കിൽ ഈ ജഡമാണ് എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ശരി ഏതാണ് ഏതാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളുടെ തീരുമാനങ്ങളല്ല, ദൈവം എന്ത് പറയുന്നു എന്നുള്ളൊരൊറ്റ കാര്യമാണ്. ദൈവത്തിൽ നിന്ന് വരുന്നതൊക്കെയും ശരി, ജഡത്തിൽ നിന്ന് വരുന്നതൊക്കെയും തെറ്റ്. ശരിയാണോ? അതുകൊണ്ടാണ് ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ പറയുക? ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ അവിടെ ആകയാൽ ദുർനിർപ്പ, ശുദ്ധി, അതിരാഗം, ദുർമോഹം എന്ന് തുടങ്ങി അങ്ങനെ ഒരു ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്നാണ് അത് ജഡത്തിൻ്റെ പ്രവൃത്തികൾ തന്നെയാണ്. എന്നാൽ ജഡത്തെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്തുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാതെ നമ്മുടെ ജഡത്തിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ മനസ്സിലായിട്ടുണ്ടോ? നമുക്ക് അനുസരിക്കാനായിട്ട് ഒന്നുകിൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക, അതല്ല എങ്കിൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുക. അപ്പോൾ ശരീരത്തിൻ്റെയും പ്രാണൻ്റെയും ആത്മാവിൻ്റെയും ചിന്തകളെ തമ്മിൽ വിവേചിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ദൈവാത്മാവിൻ്റെ ചിന്തയിലാണ് നടക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കും. നാം നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെക്കുറിച്ചും പറയുന്നത് പോലെയുള്ള അതേ കാര്യങ്ങളെ നമ്മെക്കുറിച്ചും പറയുവാനായിട്ടുള്ളൂ. ശരിയല്ലേ? ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ജഡത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം, ഇല്ലേ? ഇന്ന് ലോകത്തിലെ ആളുകളെല്ലാം അവരവരുടെ ആരാധനാലയങ്ങളിൽ പോകുന്നത് വീണ്ടും ജന്മം പ്രാപിച്ചിട്ടാണോ? അല്ല. എത്രയോ ആളുകൾ ധാരാളം സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, വീണ്ടും ജന്മം പ്രാപിച്ചിട്ടാണോ? അല്ല. അപ്പോൾ ജഡത്തിൽ നമുക്ക് ഈ ലോകത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും, ധാരാളം നന്മ ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കുന്നതിന് ആത്മാവ് വേണമെന്നുണ്ടോ? രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കാത്തതായിട്ടുള്ള ആളുകളൊക്കെ ബൈബിൾ വായിക്കുന്നവരാണ്. ആരാധനായോഗത്തിന് വരുന്നതിന് ആത്മാവ് വേണമെന്നുണ്ടോ? ഇല്ല. ഇന്ന് ഭക്തന്മാരായിട്ടുള്ള ആളുകൾ പറയുന്ന ഇന്നത്തെ സഭകളിലൊക്കെ രക്ഷിക്കപ്പെട്ടുള്ള ആളുകൾ നന്നേ കുറവാണെന്നാണ്. എല്ലാവരും മീറ്റിങ്ങിന് പോകുന്നില്ലേ? ഉണ്ട്. അപ്പോൾ ജഡത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഒരു ആത്മാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ പോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ അത് മാറി കട്ടിയായിട്ടുള്ള ആഹാരം, നന്മ തിന്മകളെ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള തഴക്കത്താൽ അഭ്യസിച്ച് ഇന്ദ്രിയങ്ങളുള്ളവരായിട്ട് നാം തീരുന്നതാണ് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക എന്ന് പറയുന്നത്. അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവവചനമാണ് അതിന് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സഭയും അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ സകല പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായി തീരണമെന്നും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയണം, എന്നിട്ട് ക്രിസ്തുവിൻ്റെ നാളിൽ നിർമ്മലന്മാരായും അതുപോലെ തന്നെ ഇടർച്ചയില്ലാത്തവരുമായി തീരണം. അപ്പോൾ ഈ ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിട്ട് തീരുവാനായിട്ട് കഴിയുന്നതല്ല. അപ്പോൾ ഈ ഭേദാഭേദങ്ങളെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരേണ്ടതിന് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുക എന്ന് പറയുന്നത്
നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു നിസ്സാര കാര്യമല്ല, ചെറിയ കാര്യമല്ല. ആത്മാവിൽ നിന്ന് വരുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതിന് നാം നല്ല പരിജ്ഞാനപൂർത്തി പ്രാപിക്കുന്ന ആളുകളായി തീരണം. നമുക്കറിയാം, അനേക തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കും. യഥാർത്ഥത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ തീരുമാനമെടുക്കും, നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചില തീരുമാനങ്ങൾ വരും, ഇല്ലേ? അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തീരുമാനം നടപ്പിലാക്കും. ഞാൻ പ്രാർത്ഥിച്ച് ആലോചിച്ച് തീരുമാനിച്ചതാണ് എന്ന് നാം അങ്ങോട്ട് പറയും. അതായത് നമ്മളുടെ ദേഹം അല്ലെങ്കിൽ ജഡം ചെയ്തതായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം നമ്മൾ ആരുടെ മേൽ ആരോപിക്കും? ദൈവത്തിൻ്റെ മേൽ ആരോപിക്കും. ഇതാണ് ഇന്ന് നടക്കുന്നതിൽ 98% തീരുമാനങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ആലോചന എന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യൻ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളൊക്കെ ദിവസം തോറും ദിനംതോറും നമ്മൾ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ, തീരുമാനിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അത് പരിജ്ഞാനപൂർത്തി പ്രാപിച്ചതായിട്ടുള്ള ആളുകളുടെ തീരുമാനങ്ങൾ അല്ല. ചില ഉദാഹരണങ്ങൾ പറയാം. ഇന്ന് നമുക്ക് ഒരു രോഗം വന്നു എന്ന് വിചാരിച്ചോളൂ. ജലദോഷവും പനിയും അങ്ങനെയുള്ള സാധാരണ ഉള്ള രോഗങ്ങളെക്കുറിച്ചല്ല, എന്തെങ്കിലും ഗൗരവമായിട്ടുള്ള ഒരു രോഗം വന്നു. നമ്മളെന്താ ഉടനെ തന്നെ ചെയ്യുക? ആദ്യം കുറേ ടെൻഷൻ അടിക്കും, ഇല്ലേ? ടെൻഷൻ അടിക്കാനായിട്ട് ചിലർക്ക് ഭയങ്കര ഗിഫ്റ്റ് ഉള്ളതുപോലെയാണ്. അവർ കുറേ നേരം ടെൻഷൻ അടിക്കും. പിന്നെ അവരുടെ വീട്ടിലുള്ള എല്ലാവർക്കും അസമാധാനം കൈമാറും, കുടുംബത്തിലെ അവസ്ഥകളെല്ലാം മാറ്റും. അതിനുശേഷം വിളിച്ച് അവരോട് ഇവരോടൊക്കെ ചോദിച്ച് ഇതിന് ഏറ്റവും നല്ല ആശുപത്രി എവിടെയാണെന്നുള്ളത് അന്വേഷിക്കും. അപ്പോൾ പലരും പല അഭിപ്രായം പറയും. അങ്ങനെ ഒക്കെ ആശുപത്രി തീരുമാനിക്കും. എന്നിട്ട് ചികിത്സയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. അങ്ങനെ പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് പണമൊക്കെ ഉണ്ടാക്കി ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ചികിത്സിക്കും. ഇതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? സൗഖ്യം തരണേ, സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സഭയായിട്ട് പ്രാർത്ഥിക്കും, ഓരോരുത്തരും പ്രാർത്ഥിക്കും, എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കും, അല്ലേ? ശരിയല്ലേ? നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണോ? ഇത് എവിടുന്നാണെന്നറിയാമോ? ഇത് ജഡത്തിൽ നിന്നാണ്. എന്നാൽ ആത്മാവിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെടുന്നതായിട്ടുള്ള ഒരാൾ എന്താ ചെയ്യാന്നറിയാമോ? കർത്താവേ, ഞാനൊരു രോഗിയാണ്, എൻ്റെ തലയിലെ ഒരു രോമം പോലും എൻ്റെ പിതാവ് അറിയാതെ നിലത്ത് വീഴുകയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇപ്പോൾ രോമമല്ല രോമങ്ങൾ തന്നെ അല്ല എങ്കിൽ ഒരുപക്ഷെ എൻ്റെ അവയവങ്ങൾ തന്നെ പരിക്കിലായി. അപ്പോൾ ഇത് എൻ്റെ പിതാവ് അറിഞ്ഞിട്ട് എനിക്ക് നൽകിയതാണ്. അപ്പോൾ പിതാവ് അറിഞ്ഞിട്ട് നൽകുമ്പോൾ, പിതാവ് ഒരു കാര്യം നൽകിയാൽ അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, ഇല്ലേ? നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ജീവൻ തന്ന് നമ്മളെ സ്നേഹിച്ച നമ്മളുടെ പിതാവ് നമ്മളെ ഒരവസ്ഥയിലൂടെ കടത്തിവിടുമ്പോൾ അതിന് ഒരു ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട്. കർത്താവേ, ഞാൻ ഇതിലൂടെ കടന്നു പോകുന്നത് വഴി എന്നെ സംബന്ധിക്കുന്ന ദൈവേഷ്ടം എന്താണ്? ബലഹീനതയും രോഗവും മരണവും ഒക്കെ പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടാകാം. അല്ല കർത്താവേ, ഞാൻ ഏതെങ്കിലും അങ്ങനെയുള്ള ഒരു പാപത്തിൽ മാനസാന്തരപ്പെടാതെ ജീവിച്ച ഒരാളാണോ? ആദ്യം ചിന്തിക്കേണ്ടത് അതാണ്. അപ്പോൾ സ്വന്തം ജീവിതത്തെ അങ്ങനെ പരിശോധിക്കണമെങ്കിൽ, നമ്മളിൽ ശരിയായിട്ടുള്ള കാര്യവും തെറ്റും വിവേചിക്കണമെങ്കിൽ ദൈവാത്മാവിൻ്റെ കൃപയാൽ മാത്രമേ കഴിയുകയുള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന പല ശരികളും ശരികളല്ല, നമ്മൾ ചിന്തിക്കുന്ന പല തെറ്റുകളും തെറ്റുകളുമല്ല. അപ്പോൾ അതിന് സഹായകരമാകണമെങ്കിൽ ദൈവാത്മാവിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ ആത്മാവിൽ നിന്ന് സ്വീകരിച്ചതായിട്ടുള്ള ആലോചനകളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ എവിടെയൊക്കെയോ തെറ്റിയിട്ടുണ്ടോ, അല്ല എങ്കിൽ ദൈവം ശിക്ഷിക്കത്തക്ക രീതിയിൽ മാനസാന്തരപ്പെടാതെ പാപത്തിൽ തുടർന്നൊരു കാര്യം. ഒരു മനുഷ്യന് അബദ്ധം പറ്റി വീണു പോകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, എന്നാൽ മാനസാന്തരപ്പെടാൻ കൂട്ടാക്കാതെ പാപത്തിൽ തന്നെ വീണ്ടും വീണ്ടും ദൈവിക ആലോചനയോട് മറുതലിച്ച് ചെയ്യാൻ ജീവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം ഒരാൾ പരിശോധിക്കുക. അങ്ങനെയില്ല എന്ന് ബോധ്യമായാൽ അത് ഒരു പാപത്തിനുള്ള ഒരു ബാലശിക്ഷയല്ല എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെയുള്ള ചിന്ത എന്താണ്? എന്നെ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനായി തീർക്കേണ്ടതിന് വേണ്ടി, അല്ലേ?
നമ്മൾ ഈ ദേഹിക്ക് വലിയ പ്രശ്നമുണ്ട്. നമ്മൾ ആൾ വളരെ സ്ട്രോങ്ങുമാണ്, നമ്മുടെ ബാങ്കിൽ ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മളെ അങ്ങനെ ആർക്കും അങ്ങനെ തകർക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ ദൈവം എന്ത് ചെയ്യും? ദൈവം നേരിട്ട് ഇടപെട്ട് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ടുള്ള ചില പരീക്ഷകൾ അവരുടെ ജീവിതത്തിൽ നൽകി അങ്ങനെ ദൈവാശ്രയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ആദവും ഹവ്വായും അവർ ദൈവത്തിൽ നിന്ന് മാറി സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട് തീരുമാനമെടുത്ത നിലയിൽ, ഞാൻ സ്വന്തം തീരുമാനങ്ങൾക്ക് എൻ്റെ ദേഹിക്കും എൻ്റെ സാധ്യതകൾക്കും അനുസരിച്ച് ജീവിക്കുന്നതായിട്ടുള്ള അവസ്ഥയിലാണോ എങ്കിൽ, അപ്പോൾ തമ്പുരാൻ എന്ത് ചെയ്യുന്നറിയാവോ? അവൻ എന്നിൽ ആശ്രയിക്കാൻ പഠിക്കണം. അവന് ഈ ലോകത്തിൽ സാമാന്യമായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, എന്നാൽ അതിലല്ല അവൻ ആശ്രയിക്കേണ്ടത്, എന്നിൽ ആശ്രയിക്കണം എന്ന് തമ്പുരാന് തോന്നിയാൽ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അപ്പം നമുക്ക് ചിന്തിക്കും, പണം ബാങ്കിലുണ്ടായിട്ടൊരു കാര്യവുമില്ല, അല്ലേ? നമുക്ക് പണമുണ്ടായിട്ടൊരു കാര്യവുമില്ല. എന്ത് വേണം? ദൈവത്തിൽ ആശ്രയിക്കും. നമുക്കുള്ള ബന്ധങ്ങളോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സാധ്യതകളൊന്നും ദൈവസന്നിധിയിൽ യാതൊരു വിലയുമില്ല എന്ന് ദൈവം ബോധ്യപ്പെടുത്തുന്ന ചില സമയങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. അത് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തെ ഉളവാക്കുവാനും ഉറപ്പിക്കുവാനും നിലനിർത്തുവാനുമാണ്. രണ്ടാമത്തെ കാര്യം, ഇതൊരു ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന ചിന്തകൾ പോകുന്ന വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ മറ്റൊന്നെന്താണ്? ലോകത്തിൽ കഷ്ടം അനുഭവിക്കുന്നതായിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. ഒരു കഷ്ടത്തിലൂടെ ദൈവം എന്നെ കടത്തിവിട്ട് എന്നെ ആ കഷ്ടത്തിൽ ബലപ്പെടുത്തി അതുപോലെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള അനേകം ആളുകൾക്ക് ആശ്വസിപ്പിക്കുവാനായിട്ട് ഞാൻ പ്രാപ്തനാകേണ്ടതിന് വേണ്ടി, ഇല്ലേ? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളെല്ലാം പറയുന്നതാണ്. ഒരു കഷ്ടങ്ങളും അനുഭവിക്കാത്ത ഒരാൾക്കാണോ, അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയതായിട്ടുള്ള ഒരാൾക്കാണോ കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് സാധിക്കുക? അതായത് ഒരു വലിയ ദൈവ നിയോഗത്തിന് വേണ്ടി, കർത്താവിൻ്റെ സഭയുടെ കെട്ടുറപ്പിനും പണിക്കും വേണ്ടി എന്നെ ഒരുക്കേണ്ടതിന് വേണ്ടി ദൈവം എൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളെ നൽകിയിരിക്കുന്നു. ആത്മാവിൽ നിന്ന് വരുന്നതായിട്ടുള്ള ചിന്തകൾ പോകുന്നതായിട്ടുള്ള പോക്കാണ്. പിന്നെന്താണ്? നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം. കർത്താവിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലമാണ് ആയിരിക്കണം ദൈവസഭ എന്ന് പറയുന്നത്. എങ്ങനെയാണൊരു സഭയിൽ സ്നേഹം ഉണ്ടാകുന്നതും അത് വളർത്തുന്നതും? ആത്യന്തികമായിട്ട് ആ സ്നേഹം ഉണ്ടാകുന്നത് ദൈവം നമ്മിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്. എന്നാൽ ആ സ്നേഹത്തിൻ്റെ പ്രദർശനവും അതിൻ്റെ വളർച്ചയും ഉണ്ടാകുന്നത് നമ്മുടെ സഭയിലെ ആളുകൾക്ക് രോഗമോ അതുപോലെയുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ സ്നേഹം അവരോട് കാണിക്കുന്നതിനുള്ളതായ അവസരങ്ങളാണ്. അപ്പോൾ നമ്മളെ ഒരു പ്രതിസന്ധിയിലൂടെ ദൈവം കടത്തിവിടുമ്പോൾ അവിടെയുള്ള സഹോദരങ്ങൾ അവരെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാധ്യതകളും, അത് സാമ്പത്തികമോ ആശ്വാസം എന്തുമായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് അവിടെ സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുന്നതും, അതുപോലെ തന്നെ ആ സ്നേഹത്തിൽ നിന്നാണ് ഭേദാഭേദങ്ങളെ വിവേചിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ രോഗം വന്നാൽ ചിന്തിക്കുവാനായിട്ട് ഇത്രയേറെ കാര്യങ്ങൾ നമുക്കുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഉടനെ തന്നെ നേരിൽ ഏറ്റവും വലിയ ആശുപത്രി ഏതാണ്, ഇൻഷുറൻസ് ഉണ്ടോ, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എത്രയുണ്ട്, അല്ലേ? പിന്നെ ഡോക്ടർ ഏതാണ് നല്ലത്, ആശുപത്രി ഏതാണ് നല്ലത്, ഇനി ആശുപത്രിയിലും ഡോക്ടറൊക്കെ പരിചയക്കാർ വല്ലതും ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ്. അതൊന്നും അന്വേഷിക്കുന്നത് തെറ്റാണ് എന്നല്ല, എന്നാൽ ഇതെല്ലാം വിട്ടിട്ട് നാം അങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് ജഡത്തിൽ നിന്നുള്ള ചിന്തയാണ്. ജഡത്തെ അനുസരിച്ച് ചെയ്യുന്ന, ഞാൻ ചോദിക്കട്ടെ, ഒരു ആശുപത്രി ഏതാണ് എന്ന് അന്വേഷിക്കുന്നതിൽ, എനിക്ക് ഒരു രോഗം വന്നു ചികിത്സിക്കാൻ നല്ല ആശുപത്രി ഏതാണെന്ന് അന്വേഷിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു നല്ല ഡോക്ടർ ഏതാണെന്നുള്ളത് അന്വേഷിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല, അല്ലേ? അതിന് ഇൻഷുറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്കുള്ള പൈസയെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. എന്നാൽ ആത്മാവിൽ നിന്നുള്ള ആലോചനകളെ സ്വീകരിക്കാതെ കേവലം ഈ കാര്യങ്ങളുമായിട്ട് നാം മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിനെയാണ് ജഡത്തെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും നേരിടുന്നതായിട്ടുള്ള ഒരു പ്രശ്നമാണ്
നമ്മളുടെ ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നാം മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത്. എന്നാൽ ആത്മാവിനാൽ വീണ്ടും ജനിച്ച് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകൾക്ക് ഒരു രോഗം വന്നാൽ, ഒരു അപകടം വന്നാൽ അവർക്ക് ചിന്തിക്കാൻ ഏറെ കാര്യങ്ങളുണ്ട്. അതൊന്നും പലപ്പോഴും ചിന്തിക്കുകയില്ല. എൻ്റെ 42 വർഷത്തെ വിശ്വാസ ജീവിതത്തിനിടയ്ക്ക് ഒരു രോഗം വന്നാൽ ഈ നിലയിൽ ചിന്തിക്കുകയും ഈ നിലയിൽ കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. മേമ്പൊടിയായിട്ട് എല്ലായിടത്തും പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, എല്ലാമുണ്ട്. വേണ്ടുന്നതൊന്നുമില്ല, വേണ്ടാത്തതെല്ലാം ഉണ്ട് എന്നുള്ളതായിട്ടുള്ളൊരവസ്ഥയാണ്. ശരി, നമുക്കൊരു സാമ്പത്തിക പ്രയാസം വന്നാൽ എന്താണ് നമ്മുടെ ചിന്ത? അവിടെയും നമ്മുടെ പിതാവിനെ കുറിച്ച് നമുക്കൊരു വിശ്വാസമുണ്ട്, ഇല്ലേ? എന്താണ്? രാജ്യവും നീതിയും അന്വേഷിക്കുന്നവന് അവന് വേണ്ടുന്നതെല്ലാം ഞാൻ കൊടുക്കും, വേണ്ടാത്തതല്ല, അവൻ്റെ ആവശ്യമുള്ളതെല്ലാം കൊടുക്കും. അപ്പോൾ ദൈവം എനിക്ക് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് തരുന്നില്ല. ഒരു സാമ്പത്തിക പ്രയാസം വന്നു, എന്തുകൊണ്ടാണ്? അവിടെയും ധാരാളം കാര്യങ്ങൾ കാണാം. അപ്പോൾ നാം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അധ്വാനിക്കാൻ മനസ്സില്ലാത്ത ഒരാളാണോ? എനിക്ക് ദൈവം തന്നതായിട്ടുള്ള സമയം ഉത്സാഹത്തോടെ അധ്വാനിക്കാൻ കൂട്ടാക്കാതെ ജീവിച്ച ഒരാളാണോ? ആണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു കള്ളനെ കുറിച്ച് പോലും പറയുന്നത്, ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം കൊടുക്കാൻ ഉണ്ടാകേണ്ടതിന് അവൻ സ്വന്തം കൈകളാൽ അധ്വാനിക്കണമെന്നാണ്. തൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാത്തവൻ അരിഷ്ടനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അധ്വാനത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടോ? പിന്നെ രണ്ടാമത് എന്താണ് ചിന്തിക്കുക? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതായിട്ടുള്ള പൈസ, ദൈവം എന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള പണം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഞാൻ ചെലവാക്കിയത്? എന്തിനൊക്കെ ചെലവാക്കാം, എന്തിനൊക്കെ ചെലവാക്കണ്ട എന്നുള്ളതൊന്നും ആർക്കും ആരോടും പറയുവാനായിട്ട് കഴിയില്ല, തീരുമാനിക്കാനായിട്ടും കഴിയില്ല. എന്നാൽ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള ഒരാൾ, അയാൾക്ക് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള പൈസ ആത്മാവിൻ്റെ ആലോചനയ്ക്ക് അനുസരിച്ചാണ് ചെലവാക്കേണ്ടത്. അതെയോ എൻ്റെ തീരുമാനപ്രകാരം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെലവാക്കുകയാണോ ചെയ്തത്? പിന്നെ എന്താ ചിന്തിക്കുക? എന്നാൽ സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കാമെന്നറിയാമോ? പൈസയ്ക്ക് ബുദ്ധിമുട്ടുമെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താ? ഏത് ബാങ്കിൽ നിന്നാണ് ലോൺ എടുക്കാൻ കിട്ടുക? ബുദ്ധിമുട്ടില്ലാതെ എത്ര ലോൺ കിട്ടും? ഏറ്റവും പലിശ കുറച്ച് എത്ര ലോൺ കിട്ടും? അല്ലെങ്കിൽ തൽക്കാലം ആരോട് എങ്ങനെയാണ് മറിക്കാനായിട്ട് സാധിക്കുക, അല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ സഹായിക്കാനുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ സാധാരണഗതിയിൽ പോകാറുള്ളത്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ പോകേണ്ടുന്നതായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്. അത് ആത്മാവിൽ നിന്ന് വരുന്നതായിട്ടുള്ള കാര്യമാണ്. എനിക്കൊരു മുട്ടും വരുത്തുകയില്ല, പിന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രയാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിട്ട് തീരാനാണോ? അറിയില്ല. നാം ദൈവാശ്രയം കുറവുള്ള ആളുകളാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി, ഒരുപക്ഷെ നാം വളരെ നിഗളികളായിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മളെ ഒന്ന് അടിച്ച് തകർത്ത് നമ്മളൊരു പുതിയ പണി തുടങ്ങേണ്ടതിന് വേണ്ടി, അങ്ങനെയൊക്കെ ദൈവത്തിന് ഏത് മാർഗങ്ങളാണ് സ്വീകരിക്കാൻ കഴിയാത്തത്? അപ്പോൾ ആത്മാവിൽ നിന്ന് വരുന്നതായിട്ടുള്ള ചിന്തകൾ അങ്ങനെയാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് പൈസ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് കേവലം പൈസയ്ക്ക് എന്ത് മാർഗമുണ്ട്, എളുപ്പത്തിൽ എന്ത് മാർഗമുണ്ട് എന്ന് അന്വേഷിക്കലാണ്. പ്രിയമുള്ളവരെ, അതൊന്നും ആത്മാവിനാലല്ല. എന്നാൽ പൈസയ്ക്ക് പ്രയാസം വന്നു കഴിഞ്ഞാൽ ആരോടെങ്കിലും അത് സംബന്ധിച്ച് ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. ഒരു ബാങ്കിൽ നിന്ന് പോയി ലോൺ എടുക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. പക്ഷേ ആത്മാവിൽ നിന്ന് വരുന്ന ഒന്നിനെയും സ്വീകരിക്കാതെ ഈ ജഡത്തിൽ നിന്നുള്ളത് മാത്രമാകുമ്പോൾ അത് ജഡത്തെ അനുസരിച്ച് ജീവിക്കലാണ്, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കലല്ല. ഈ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയമെന്ന് വചനം പറയാൻ കാരണം എന്താണെന്നറിയാമോ? വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ദൈവാത്മാവിനെ കൊടുക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനൊരു പാലം അവിടെ പണിതിരിക്കുകയാണ്. ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അവർ പോകുന്നതേയില്ല. അവരതിന് മുമ്പ് ജീവിച്ചതായിട്ടുള്ള ജഡത്തെ മാത്രം അനുസരിച്ച് അവർ ജീവിക്കുന്നതായിട്ടുള്ള അവസ്ഥ. അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് ദൈവം വേണ്ട,
ദൈവത്തിൻ്റെ ആലോചനയും വേണ്ട. ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളിലൂടെ എന്നിൽ രൂപപ്പെട്ടതായിട്ടുള്ളൊരു നീതിബോധമുണ്ട്, എന്നിൽ രൂപപ്പെട്ടതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഞാൻ അതിനനുസരിച്ച് എൻ്റെ തീരുമാനങ്ങളൊക്കെ എടുത്ത് ഞാൻ നടപ്പാക്കിക്കൊള്ളാം എന്ന് പറയുന്നതാണ് ജഡത്തെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. എത്ര കഷ്ടമാണല്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് ഈ നാം എത്രയോ 10, 15, 20, 30, 40 വർഷം ദൈവവചനം പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മളിൽ ഇങ്ങനെയുള്ള ഒരു മനോഭാവം വളർന്നു വരാത്തത്? അത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇഷ്ടം പോലെ വചനം കേട്ടു അല്ലേ? ഞാൻ വിചാരിക്കുന്നു സഭയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൈവവചനം കേട്ടത് നമ്മുടെ ഈ സഭയിലുള്ള ആളുകളാണ്. ആഴ്ചയിൽ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. അതിന് പുറമെ മറ്റ് യൂട്യൂബോ ടി വിയോ അവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. പലതും കേൾക്കുന്നതാണ് പ്രശ്നം എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ഇങ്ങനെ ഏറ്റവും കൂടുതൽ വചനം കേട്ടിട്ടും എന്തുകൊണ്ടാണ് ആത്മാവിനിൽ നിന്ന് ലഭിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരിക? ആത്മാവിൻ്റെ ആലോചനയ്ക്ക് നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തുവാനായിട്ട് കഴിയാത്തത്? അതിനൊരു വലിയ കാരണമുണ്ട്. എന്താണ്? അതും എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഇപ്പം ഇവിടെ എന്താ പ്രശ്നം? അവർ കേട്ടു അല്ലേ? നമ്മെപ്പോലെ ഒരു സദ്വർത്തമാനം കേട്ടു, സുവിശേഷം കേട്ടു. കേട്ടവരിൽ പക്ഷേ അത് വിശ്വാസമായി പരിണമിച്ചില്ല, അതുകൊണ്ട് അവർക്ക് ഉപകാരമായിട്ട് വന്നില്ല. ശരി, എങ്ങനെയാണ് ഇത് വിശ്വാസമായി പരിണമിച്ചാൽ അത് ഉപകാരമായി വരുന്നത്? ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല, തള്ളിക്കളയുമില്ല. നമുക്കുള്ളൊരു വാഗ്ദത്തമാണ് അല്ലേ? ആണോ? ദൈവം ആരെയെങ്കിലും തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുമോ? അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ദൈവം ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ പിറുപിറുക്കുന്നു, നമ്മൾ ആകുലപ്പെടുന്നു. അപ്പം അത് പറയുന്നത് എന്താ? ദൈവം എന്നെ കൈവിട്ടു. ആ വചനം നമ്മുടെ വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അങ്ങനെ പറയാനായിട്ട് കഴിയുകയില്ല. പലപ്പോഴും വചനം കേൾക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാവോ? അത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് പോകാതെ അത് നമ്മൾ നേരെ വചനം കേട്ട് കഴിയുമ്പോൾ പറയും, ഇന്ന് മുതൽ ഞാനിങ്ങനെ ചെയ്യാൻ പോകാമെന്ന് പറയും. അതെങ്ങോട്ടാണ് പോകണമെന്നറിയാവോ? നമ്മുടെ വിശ്വാസത്തിലേക്കല്ല, നമ്മൾ ജഡത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നാം കേൾക്കുന്നതായിട്ടുള്ള വചനം മുഴുവൻ നമ്മുടെ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ആ വിശ്വാസമാണ് പിന്നെ നമ്മെ നയിക്കുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നാം കേൾക്കുന്ന വചനങ്ങളൊക്കെ നമ്മുടെ വിശ്വാസത്തെ ഓരോ ദിവസം കഴിയും തോറും അതിനെ കൂടുതൽ 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 ഉറപ്പുള്ളതാക്കി തീർത്തുകൊണ്ടേയിരിക്കണം. എന്നാലേ ആ വിശ്വാസത്താൽ ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. ഇത് നാം കേൾക്കുന്ന വചനമൊക്കെ ആ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക്, ആത്മാവിൻ്റെ തലത്തിലേക്ക് പോകാതെ അത് നേരെ ദേഹിയുടെ തലത്തിലേക്ക് പോകും. അത് അവിടെ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. നന്മ വസിക്കാത്തതായിട്ടുള്ള എൻ്റെ ജഡത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തെങ്കിലും നന്മ ഉണ്ടാക്കുവാനായിട്ട് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ആർക്കും തീരുമാനമെടുത്ത് ഒരിക്കലും നന്നാകാനായിട്ട് കഴിയില്ല. തീരുമാനമെടുക്കുന്നത് മുഴുവൻ നമ്മുടെ ജഡത്തിലാണ്. എന്നാൽ നാം കേൾക്കുന്നതായിട്ടുള്ള വചനം വിശ്വാസമായി പരിണമിച്ച് നമ്മുടെ ആത്മാവിൽ വരുത്തുന്നതായിട്ടുള്ള രൂപാന്തരം അത് നമ്മുടെ ദേഹിയിലേക്കും ദേഹത്തിലേക്കും പരീക്ഷയുടെ സമയത്ത് നമുക്ക് ലഭിക്കും. പക്ഷേ അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സങ്കടകരമെന്ന് പറയട്ടെ, എന്തെങ്കിലും ഒരു ചെറിയ മുട്ടുസൂചി കയ്യെ കൊണ്ടാൽ പോലും കടന്ന് വേവലാതിപ്പെടുന്നതായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവരിൽ ദൈവത്തിലുള്ള യാതൊരു വിശ്വാസവും അവർക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ സർവ്വപ്രപഞ്ചത്തെയും വാക്കാൽ സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവത്തിന് നമ്മളെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളാണോ? ഒരിക്കലുമല്ല. ഒരു വലിയ പ്രശ്നവുമല്ല നമ്മുടെ പ്രശ്നങ്ങൾ. ആ ദൈവം നമ്മെ സഹായിക്കാമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പിന്നെ ആകുലപ്പെടുന്നത് എന്തിനാ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്നാണ് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽക്കാകും. ഇത് വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടോ? എൻ്റെ ഒറ്റ ചോദ്യമാണ്. ഇത് വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഇനി ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാലും
ആർക്കും ഒരു വേവലാതി ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഇതൊന്നും വിശ്വാസമായിട്ട് മാറിയിട്ടില്ല. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണെന്നറിയോ? രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസത്തിന് സാധാരണഗതിയിൽ കൊടുക്കുന്നതായിട്ടുള്ള രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഞാൻ വിശ്വസിച്ചു. 1982 ഓഗസ്റ്റ് 15 ഞാൻ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു. അതാണ് നമ്മളുടെ ഒന്നാമത്തെ വിശ്വാസം. രണ്ടാമത്തെ വിശ്വാസം എന്താണെന്നറിയാമോ? രണ്ടാമത്തെ വിശ്വാസം, എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ ദൈവം എന്നെ സഹായിക്കും എന്നുള്ളത്. അതായത് ഈ ഭൗതിക ലോകത്തിലെ ജീവിത പ്രശ്നങ്ങളിൽ ദൈവം എന്നെ സഹായിക്കും എന്നുള്ളതായിട്ടുള്ള വിശ്വാസമാണ് രണ്ടാമത്തെ വിശ്വാസം. അത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, എൻ്റെ ജഡം ആഗ്രഹിക്കുന്നത് പോലെ എന്നെ നന്നാക്കാനായിട്ട് ദൈവം നൽകുന്നതായിട്ടുള്ള ഒരു പരീക്ഷയുടെ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? ഞാൻ നന്നാവണ്ട, നീ പരീക്ഷ മാറ്റി തന്നാൽ മതി. ശരിയാണോ? ആത്മാവിൽ നിന്ന് സ്വീകരിക്കുന്ന ആൾ എന്ത് സ്വീകരിക്കും? കർത്താവെ, അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ഈ പരീക്ഷകളിലൂടെ ഞാൻ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരണം പ്രാപിച്ച് എൻ്റെ കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അല്ലാത്തവർ, കർത്താവെ, എനിക്ക് അങ്ങനെ രൂപാന്തരത്തിന് എന്നെ തന്നെ വിട്ടുതരാനൊന്നും മനസ്സില്ല, എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കണം, എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ഈ ലോകത്തിൽ ദീർഘായുസ് പ്രാപിച്ച് ജീവിക്കേണ്ടതിന് വേണ്ടി എനിക്ക് എൻ്റെ ഈ രോഗത്തെ നീ ഇപ്പം മാറ്റിത്തരണം, വിശുദ്ധീകരണം അവിടെ ഇരിക്കട്ടെ, എനിക്ക് വിശുദ്ധീകരണം വേണ്ട, എനിക്കിപ്പോൾ തൽക്കാലം സൗഖ്യം മതി. ദൈവിക പരിപാടിയും മനുഷ്യൻ്റെ ജഡത്തിൻ്റെ ഇച്ഛയും തമ്മിലുള്ള വൈരുദ്ധ്യം എന്ന് പറയുന്നത് നമുക്ക് അവിടെയാണ് കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ കേൾക്കുന്ന വചനമൊന്നും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കുന്നില്ല. എത്രയോ വാഗ്ദത്തങ്ങളാണ് നമുക്ക് ദൈവവചനത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു വാഗ്ദത്തത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടാനായിട്ടുള്ള ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ എന്താ പ്രിയപ്പെട്ടവരെ സംഭവിക്കുന്നത്? നമ്മൾ മരിക്കുമായിരിക്കും അല്ലേ? അതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? ഒരു ദൈവ പൈതൽ മരണത്തെ കാത്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? എങ്ങനെയാ അവൻ ഞരങ്ങുന്നേ? ദേഹിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഞരങ്ങുന്നേ. എന്ന് എനിക്ക് ഈ ശരീരം വിട്ട് എൻ്റെ കർത്താവിനോട് ചേർന്ന് പോകാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിൻ്റെ അവൻ്റെ ഞരക്കം എന്ന് പറയുന്നത്. ദൈവാത്മാവ് ഉള്ള ഒരാളുടെ ഞരക്കം എന്ന് പറയുന്നത്, എന്ന് എനിക്ക് എൻ്റെ ഈ പാപപങ്കിലമായ ശരീരം ദൈവത്തെ എത്ര അനുസരിക്കണമെന്ന് തീരുമാനിച്ചാലും അതിന് സമ്മതിക്കാത്ത രാസവസ്തുക്കളുള്ളതായിട്ടുള്ള ഈ ശരീരം വിട്ട് എനിക്ക് എന്ന് എൻ്റെ പ്രാണപ്രിയൻ്റെ അടുക്കിലേക്ക് പോകാനായിട്ട് കഴിയും എന്നുള്ളതായിട്ടുള്ള പ്രത്യാശയല്ല നമ്മളെ നയിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ ശരീരത്തിൽ പറ്റുമെങ്കിൽ ഒരു 100-120 വയസ്സ് വരെ ജീവിച്ച് ഈ പാപത്തിലൊക്കെ ഒന്ന് രസിച്ച് അല്ലേ, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ചിന്ത പലപ്പോഴും അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ടുള്ള ആഗ്രഹമാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ സ്തോത്രം ചെയ്യും അല്ലേ? എങ്ങനെയാ സ്തോത്രം ചെയ്യുന്നേ? എന്നെ അങ്ങോട്ട് വിളിക്കാത്തതിന് നന്ദി അല്ലേ? ചില പഴയ നിയമ വാക്യങ്ങളൊക്കെ നമ്മൾ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് അത് നമ്മളങ്ങ് പറയും, എന്നെ വിളിക്കാത്തതിന് നന്ദി, ഈ ദുഷ്ടലോകത്തിൽ, ഈ മോശപ്പെട്ട ഈ ശരീരത്തിൽ എന്നെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നതുകൊണ്ട്, അങ്ങേ അനുസരിക്കാൻ പോലും കൂട്ടാക്കാത്തതായിട്ടുള്ള എൻ്റെ ജഡത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ ഈ ലോകത്തിൽ എന്നെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നതുകൊണ്ട് കർത്താവേ ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു സ്തോത്രം ചെയ്യരുത് നമ്മളാരും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പൗലോസ് പറയുന്നു, വിട്ടുപിരിഞ്ഞ് എങ്ങനെയെങ്കിലും ക്രിസ്തുവിനോട് കൂടെ ഇരിക്കണം, അതാണ് ഏറ്റവും ഉത്തമം. ആ വാക്യം നമ്മൾ വിശ്വാസമായി വന്നിട്ടുണ്ടോ? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്നത് ഞാൻ കാക്ഷിക്കുന്നു, അത് അത്യുത്തമമല്ലോ. അത് നമ്മൾ വിശ്വാസമായി വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആകുലതയോടെ ഇരിക്കും. വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കൽ തുടങ്ങി അവിടെ നിർത്തിയിരിക്കുന്നതായിട്ടൊരു കാര്യമല്ല. വിശ്വാസത്തോട് വീര്യം അല്ലേ? പത്രോസ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് വിശ്വാസത്തോട് കൂട്ടാനായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് സ്ഥിരമായ ഒരു കാര്യമല്ല, അത് വളരുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. അത് സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആണെന്ന് ഇംഗ്ലീഷ് പറയും. അതിന് തക്കതായിട്ടുള്ളൊരു വാക്കല്ല മലയാളത്തിലുള്ളത്. അത് അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമല്ല. അത് വിശ്വാസം എന്ന് പറയുന്നത് അത് വളരുന്നതാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കുമ്പോൾ അതെല്ലാം നമ്മുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ വിട്ട് ആ വിശ്വാസം അങ്ങനെ കൂടുതൽ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിശ്വാസത്തിൽ സമ്പന്നരായി തീരുക, വിശ്വാസം വർദ്ധിപ്പിച്ചു തരിക എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് സംഭവിക്കുന്നത് എന്താണെന്നറിയാം? നമ്മുടെ ഓരോ വചന പഠനവും ധ്യാനവും ബൈബിൾ വായനയും നമ്മുടെ ഓരോ സഭായോഗവും നമ്മളിൽ വിശ്വാസത്തിൻ്റെ വളർച്ചയാണ് ഉണ്ടാകേണ്ടത്. വിശ്വാസത്തിന് വളർച്ച ഉണ്ടാകണമെങ്കിൽ നാം കേട്ടതായിട്ടുള്ള വചനം അത് വിശ്വാസമായി പരിണമിച്ചാൽ മാത്രമേ വിശ്വാസത്തിൽ
വളർച്ചയുണ്ടാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം എത്ര ശ്രേഷ്ഠമാണ്. ഒരുപക്ഷെ ഈ നിലയിൽ ദൈവവചനം പഠിപ്പിക്കുന്ന അപൂർവം സഭകളെ ഇന്ന് ലോകത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം അത് നല്ലതുപോലെ മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമുക്ക് സാധ്യതകൾ തന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് നാം ദൈവത്തെ എത്ര സ്തുതിക്കണം. ശരി, ആത്മാവിൻ്റെ ആലോചനകൾക്ക് നാം വിധേയപ്പെടണമെന്ന് പറഞ്ഞല്ലോ. ആത്മാവിൻ്റെ ആലോചനകൾക്ക് വിധേയപ്പെടണമെങ്കിൽ അതിലേറ്റവും ഒന്നാമത് വേണ്ടത് എന്താണെന്നറിയാമോ? കാത്തിരിക്കുക എന്നുള്ളതാണ്. സമാധാനമായിരിക്കുക, ശാന്തമായിരിക്കുക. ശാന്തമായിരിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. ശാന്തമായിരിക്കണമെങ്കിൽ വിശ്വാസം വേണം, അല്ലെങ്കിൽ ശാന്തമാകാനായിട്ട് പറ്റില്ല. പലപ്പോഴും എന്തെങ്കിലും ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ പ്രതികരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ദൈവേഷ്ടം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. കാരണം അവരുടെ ജഡമാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ ദേഹിയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ ശരീരമാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് അവിടെ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ് സത്യം. ആത്മാവിൻ്റെ ഇച്ഛ ഇന്നത് എന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ്. ഹൃദയങ്ങളെ പരിശോധിക്കുന്നവന് മാത്രമാണ് ആത്മാവിൻ്റെ ഇഷ്ടം എന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രിയമുള്ളവരെ, നാം കട്ടിയായിട്ടുള്ള ആഹാരം, നന്മ തിന്മകളെ കുറിച്ചുള്ളതായിട്ടുള്ള അറിവ്, അത് പ്രാപിക്കേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യണം? ദൈവവചനത്തിൽ ആശ്രയിക്കണം, ദൈവവചനം പഠിക്കണം. ആ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വിശ്വാസമായിട്ട് മാറണം. വിശ്വാസമായിട്ട് മാറാത്തതായിട്ടുള്ള ഒരൊറ്റ വാക്യം പോലും, ഒരൊറ്റ വാക്കുപോലും നമുക്കൊരു കാലത്തും പ്രയോജനമായിട്ട് വരില്ല. എന്തുകൊണ്ടാണ് ഈ പഠിച്ചിട്ട് ആളുകൾക്കൊന്നും മനസ്സിലാവാത്തതും ആളുകൾക്കൊരു രൂപാന്തരവും വരാത്തതെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വിശ്വാസമായിട്ട് പരിണമിക്കുന്നില്ല. ഇനി വിശ്വാസമായിട്ട് പരിണമിച്ചില്ലെങ്കിൽ ഇതിന് വേറൊരു ദോഷമുണ്ട്. അതെന്താണെന്നറിയാമോ? ഇതെല്ലാം നമ്മളുടെ തലച്ചോറിലേക്ക് കയറും, അല്ലെ നമ്മുടെ ബുദ്ധിയിലേക്ക് ഇത് കയറും. എന്നിട്ട് പിന്നെ നമ്മളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് അത്യാവശ്യം എല്ലാം അറിയാം, എനിക്ക് ഇഷ്ടം പോലെ വാക്യങ്ങൾ കാണാപ്പാടും അറിയാം, പിന്നെ വേണമെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം, പ്രസംഗിക്കാം, പഠിപ്പിക്കാം. അപ്പോൾ വിശ്വാസമായി പരിണമിക്കാത്ത ബുദ്ധിയിലുള്ളതായിട്ടുള്ള പ്രമാണങ്ങൾ ബൈബിൾ വായിച്ച് പഠിപ്പിക്കുന്നതായിട്ടുള്ള പരിപാടിയാണ് ഇന്ന് ലോകത്ത് നടക്കുന്നതായിട്ടുള്ള കാര്യം. പഠിപ്പിക്കുന്നവർക്കും അത് വിശ്വാസമായിട്ട് പരിണമിച്ചിട്ടില്ല. പഠിപ്പിക്കുന്ന ആളുകളും അങ്ങനെ തന്നെ, കേൾക്കുന്ന ആളുകളും അങ്ങനെ തന്നെ എന്നുള്ളൊരവസ്ഥയാണ് ഇന്ന് ലോകത്തുള്ളത്. പ്രിയമുള്ളവരെ, ഒരു വേദഭാഗം വായിച്ച് വേണമെങ്കിൽ അതിൻ്റെ കമൻട്രിയോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ പഠന സഹായികളൊക്കെ എടുത്ത് നോക്കിയിട്ട് ഒരു സന്ദേശം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല. അത് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് വരുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സയൻസ് പഠിപ്പിക്കുന്ന ഒരാൾക്ക് അതേ ലാഘവത്തോടു കൂടി ദൈവവചനം പഠിപ്പിക്കാനായിട്ട് സാധിക്കും, ഇല്ലേ? പഠിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഇന്ന് ബൈബിൾ കോളേജുകളിലും സെമിനാരികളിലും എല്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ്. എത്രയോ കാലമായിട്ട് അവരവരുടെ ഒരു ജീവിതമാർഗമായി ദൈവവചനം ഇങ്ങനെ വരുന്ന ഓരോ ബാച്ച് സ്റ്റുഡൻസിനും പഠിപ്പിച്ച് അവരെ ഡിഗ്രിക്കാരായിട്ട് വിടുന്നു. അവിടുന്ന് പഠിച്ചു വരുന്നതായിട്ടുള്ള ആളുകൾ അവർ പഠിക്കാൻ പോയത് എന്തിനാണ്? ഇതേപോലെ ബുദ്ധിയിലായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ്. അവർ വന്ന് അവരുടെ സഭയിലെ വിശ്വാസികളെ അത് പഠിപ്പിക്കുന്നു. എല്ലാവരും അങ്ങനെ ബുദ്ധിയിൽ ചീർത്തവരായി, എനിക്കെല്ലാം അറിയാം, ആരും എന്നെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. പിന്നെ അവർക്കൊരു വാക്യവുമുണ്ട്, അവൻ്റെ അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അഭിഷേകം തന്നെ നിങ്ങളെ സകലതും ഉപദേശിക്കുന്നുവല്ലോ. പഠിക്കാൻ മനസ്സില്ലാത്ത ഒരാൾക്കും, അതുപോലെ ബൈബിൾ കോളേജിൽ പോയി പഠിക്കാനല്ല, ദൈവസഭയിലിരുന്ന് താഴ്മയോടെ ദൈവവചനം പഠിക്കാൻ മനസ്സില്ലാത്ത ഒരാൾക്കും ഇത് വിശ്വാസമായി പരിണമിക്കുവാനായിട്ട് കഴിയില്ല. ഇവരൊക്കെ തികഞ്ഞ അഹങ്കാരികളും നിഗളികളുമായി തീർന്ന് ദൈവരാജ്യത്തിൽ നിന്നും അവരെന്നേ വിട്ടുപോകുന്നു, അകന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? നിഗളിച്ചിട്ട് പിശാചിന് വരുന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യന് വരുന്നതാണ്. നിഗളം ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് പിശാചിന് വരുന്നതായിട്ടുള്ള ശിക്ഷാവിധിയിലേക്കാണ് എന്നുള്ളതായിട്ടുള്ളൊരു ഭയ ചിന്ത പോലും ഇന്ന് ആളുകൾക്കില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ
ജഡം ഒരു വലിയ ശത്രുവാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായോ? ജഡം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശത്രു ഇരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ശരീരത്തിൽ തന്നെ. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയാനായിട്ടുള്ള കാരണം അതാണ്. എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയാനായിട്ടുള്ള കാരണം അതാണ്. അതുകൊണ്ട് എന്തിൽ നിന്ന് വരണം? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായിട്ടുള്ള ജനത്തിന് അവർക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിനാൽ ജീവിക്കപ്പെട്ട ആത്മാവിലൂടെ വരുന്നത് മാത്രമാണ് അവർക്ക് സ്വീകരിക്കുവാനായിട്ട് സ്വാതന്ത്ര്യമുള്ളത്. അതിന് കാരണം ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രകാരം പറയുന്നു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമല്ലോ. ഇത് രണ്ടും തമ്മിൽ വിരോധമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർപ്പാണ്. ജഡത്തിൻ്റെ അഭിലാഷം ഒന്ന്, ആത്മാവിൻ്റെ അഭിലാഷം മറ്റൊന്ന്. ആത്മാവിൻ്റെ അഭിലാഷത്തിന് കൂട്ടു നിൽക്കാതെ ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചാൽ മരിക്കുമെന്ന് പറയുന്നതിന് കാരണം അതാണ്. ഇത് രണ്ടും രണ്ടാണ്. ജഡത്തിൽ നമുക്ക് ഒരു സഹോദരനെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം അത് ജഡത്തിലും ചെയ്യാനായിട്ട് കഴിയും, ആത്മാവിലും ചെയ്യാനായിട്ട് കഴിയും. ഈ ലോകത്തിൽ എത്രയോ ആളുകൾക്കെല്ലാം ഇപ്പം നമ്മുടെ സുരേഷ് ഗോപി നമ്മുടെ മന്ത്രിസഭയിലെ പല അംഗങ്ങളും കുവൈറ്റിൽ നിന്ന് വന്നതായിട്ടുള്ള ഡെഡ് ബോഡികളുമായിട്ട് വന്ന അവരുടെ ബന്ധുക്കളെയൊക്കെ കാണാനായിട്ട് പോവുകയും അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. ഈ ലോകത്തിൽ വിശ്വാസികൾ ചെയ്യുന്നതായിട്ടുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും ഈ ജഡത്തിൽ നിന്ന് അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ നന്നായിരുന്നില്ല, നമ്മളൊന്നും നന്നായിട്ടില്ല. നമ്മൾ എന്നാണോ ആത്മാവിൻ്റെ ചിന്തകളെ മനസ്സിലാക്കി, ആത്മാവിൻ്റെ അഭിലാഷങ്ങളെ മനസ്സിലാക്കി അതിന് വിധേയപ്പെടാനായിട്ട് നമുക്ക് കഴിയുന്നുവോ അന്നേ നാം നന്നാകാൻ ആരംഭിക്കുകയുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് നമുക്കിപ്പോൾ ഏകദേശം മാർക്കൊക്കെ ആയില്ലേ, പലപ്പോഴും നിങ്ങൾ സ്വർഗത്തിൽ പോവുമോ അല്ലെങ്കിൽ ദൈവത്തോടു കൂടി ആയിരിക്കുമോ, കർത്താവ് ഇന്ന് വന്നു കഴിഞ്ഞാൽ കർത്താവിനോട് കൂടി ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത എന്താ? വലിയ കുഴപ്പമൊന്നുമില്ല, എന്താ വ്യഭിചാരം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല, പിന്നെ ഇച്ചിരൂടെ നന്നാവാനുണ്ട്. അങ്ങനെയല്ലേ നമ്മളുടെ എല്ലാവരും ചിന്ത? അങ്ങനെയല്ലേ? ആണോ? അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതും കൂടി ഒന്ന് ശരിയാക്കിയാൽ അങ്ങ് പോകാമെന്നാണ് ചിന്ത. പക്ഷെ അതെന്തെങ്കിലും ശരിയാക്കൽ നടക്കുമോ? അത് ഒരിക്കലും ശരിയാവുകയുമില്ല. കാരണം എന്താ? നമ്മൾ നടക്കുന്നത് മുഴുവൻ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, ആത്മാവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല. ആത്മാവിൻ്റെ ഇഷ്ടവും ജഡത്തിൻ്റെ ഇഷ്ടവും തിരിച്ചറിയാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളതായിട്ടുള്ള അവസ്ഥ. പ്രിയമുള്ളവരെ, നമ്മളിൽ വസിക്കുന്നതായിട്ടുള്ള ജഡത്തിനും നമ്മളിൽ വസിക്കുന്നതായിട്ടുള്ള ആത്മാവിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇഷ്ടങ്ങളാണ് നമ്മളെ സംബന്ധിച്ചുള്ളത് എന്നുള്ളത് നമ്മെ എത്രയോ ഭയപ്പെടുത്തേണ്ടതാണ്. അവ തമ്മിൽ വൈരുദ്ധ്യമാണ്, പ്രതികൂലമാണ്. എനിക്ക് അനുസരിക്കാനായിട്ട് ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് ആത്മാവിൽ നിന്നുള്ള അഭിലാഷങ്ങൾ അല്ലെങ്കിൽ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ, ആത്മാവിൻ്റെ ചിന്തകളാണ്. ജഡത്തിൽ നിന്നുള്ളതാണ് നാം സ്വീകരിക്കുന്നതെങ്കിൽ മരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകളെ ആത്മാവിൻ്റെ അഭിലാഷത്തിന് വേണ്ടി ജീവിച്ച് നിത്യതയിലേക്ക് പോകുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് പാപപരിഹാരമായിട്ട് മരിച്ചത്, ഉയർത്തെഴുന്നേറ്റത്, നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ അറിയാമോ? ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. 5-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യമാണ്. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രൂശിച്ചിരിക്കണം, അല്ലെ ക്രൂശിക്കണമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നു. ആണോ? ജഡത്തെ ക്രൂശിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അല്ല, ക്രൂശിച്ചിരിക്കുന്നു. അതൊരു കഴിഞ്ഞു പോയ കാര്യമായിട്ടാണ്. ക്രിസ്തുയേശുവിനുള്ളവർ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുന്നവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ആ ക്രൂശിൽ തറച്ചിരിക്കുക. ക്രൂശിൽ തറച്ചിരിക്കുന്ന അതിനെ വിളിച്ച് വീണ്ടും നമ്മുടെ മടിയിലിരുത്തി താലോലിക്കുന്നതാണ് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള നമ്മുടെയൊക്കെ ഒരു പൊതുവായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. എങ്ങനെ? ക്രൂശിച്ചവനെ ഒരു കള്ളൻ, ആ കള്ളൻ പറഞ്ഞതുപോലെ നീ നിന്നെയും രക്ഷിക്ക്, എന്നെയും ഞങ്ങളെയും രക്ഷിക്ക് എന്ന് പറഞ്ഞതുപോലെ ക്രൂശിച്ച നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങൾ അവിടെ നിന്ന് വെച്ച് പറയുകയാണ്, എന്നെ അങ്ങ് രക്ഷിച്ചു പോവാ, നിൻ്റെ ജീവിതത്തെ ഞാൻ സൗഭാഗ്യമാക്കി തരാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ജഡത്തിൻ്റെ മോഹങ്ങളെല്ലാം
ആ ക്രൂശിച്ചിരുന്നെങ്കിൽ തന്നെ, പലരും ക്രൂശിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, ക്രൂശിച്ചിരുന്നെങ്കിൽ തന്നെ ആ ജഡത്തിൻ്റെ മോഹങ്ങളെ അവിടുന്ന് ആ ക്രൂശിൽ നിന്നിറക്കി നമ്മുടെ ശരീരത്തിൽ ഭേദപ്പെട്ട ഒരു സ്ഥാനം കൊടുത്ത് നമ്മൾ ആ ജഡത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നു. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്ത്യ ജീവിതം നമുക്ക് ആരംഭിക്കണ്ടേ? വേണ്ടേ? വേണോ? നമ്മൾ ആരംഭിച്ചിട്ടില്ലല്ലേ? നമ്മൾ ആരംഭിച്ചിട്ടില്ല. നമ്മൾ ഒരിക്കലും ഏറ്റുപറഞ്ഞതിൻ്റെ ബലത്തിലും, പിന്നെ നമ്മൾ സഭായോഗത്തിന് പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, അതിൻ്റെ ബലത്തിൽ നമ്മളങ്ങനെ പോവുക. പക്ഷേ നമ്മുടെ ജീവിതം എവിടുന്നാ? നമ്മുടെ ജീവിതം മുഴുവൻ ജഡത്തിലുള്ള ജീവിതമാണ്. ആത്മാവിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്നില്ല. ഇപ്പം ഏത് വിഷയം വന്നാലും, ഏത് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, അത് ആത്മാവിൽ നിന്നാണോ ഉള്ള ഒരു പ്രതികരണമാണോ, ജഡത്തിൽ നിന്നുള്ളൊരു പ്രതികരണമാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ ഒരു 99% അത് ജഡത്തിൽ നിന്നുള്ള പ്രതികരണമാണ് എന്ന് നമുക്ക് നിസ്സാരമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഒന്നുകിൽ നാം ജഡത്തെ ക്രൂശിച്ചിട്ടില്ല, അതല്ലെങ്കിൽ ആ ക്രൂശിൽ നിന്ന് ജഡത്തെ നാം വലിച്ചിറക്കി നമ്മുടെ കൂടെ കൂട്ടിയിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ വിചാരിക്കുന്നു ഇന്നും കഴിഞ്ഞ ആഴ്ചയുമൊക്കെ നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള ആലോചനകൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് നാം ആത്മാവിൽ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് നമ്മുടെ രൂപാന്തരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് വിശ്വാസമായിട്ട് പരിണമിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താം. കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.